ഇന്ന് നമ്മൾ നമ്മുടെ റെഡ് ക്ലോക്ക് ക്രേഫിഷുകളുടെ വാട്ടർ ചേഞ്ചിനായിട്ട് വന്നതാണ്. അപ്പോൾ കണ്ടതാണ് നമ്മുടെ ആദ്യത്തെ ട്രയലിൽ എടുക്കുന്ന ഫീമെയിൽ മുട്ട ഇട്ടിട്ടുണ്ട്. മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. വാലിൻ്റെ അടിഭാഗത്താണ് ഇവർ മുട്ട ഇടുന്നത്. എന്നിട്ട് ആ വാല് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടില്ലേ? ഇങ്ങനെ അവർ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ക്ലോസ് ചെയ്ത് പിടിക്കും. ഇങ്ങനെയാണ് ഫുൾ ടൈം അവർ നടക്കുന്നത് ഈ മുട്ടകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മുട്ടകൾ വിരിയില്ല ഒരിക്കലും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിംഗിൾ ആയിട്ടാണ് ഈ ട്രയൽ എടുക്കുന്നത്. മെയിൽ ഉണ്ടെങ്കിലാണ് ഇവർ മെയ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മെയ്റ്റിങ്ങിനായിട്ട് മെയിലില്ല. പക്ഷേ എങ്ങനെയാണ് ഇവർ മുട്ടയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സീസൺ ആവുന്ന സമയത്ത് ഇവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മുട്ടയിടും. ഇവർക്കറിയാം അത് ഫെർട്ടിലൈസർ അല്ല എന്നുള്ള കാര്യം. കുറച്ച് കഴിയുമ്പോൾ ഇവരത് ചെതറച്ച് കളഞ്ഞ് ഇവർ തന്നെ അത് കഴിക്കും. രണ്ടാമത്തെ ട്രയൽ എടുക്കുന്ന ഫീമെയിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിങ്ങനെ വാല് കുറച്ച് നേരം വളച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സ്ട്രെയിറ്റ് ആക്കി. അപ്പോൾ അതിൻ്റെ വാലിൻ്റെ അടിയിൽ മുട്ടകളൊന്നും കാണുന്നില്ല. പക്ഷേ ഞാൻ ചുറ്റുപാടുമായിട്ട് ചെറിയ ചെറിയ ഓറഞ്ച് കളറുള്ള ഡോട്ട് പോലെ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് മുട്ട ഫുള്ളായിട്ട് ചെതറിച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ അവർക്ക് സീസൺ ആവുന്ന സമയത്ത് ഫീമെയിലുകൾ ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ മുട്ട ഇടാറുണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. മുട്ട ഇങ്ങനെ ക്യാരി ചെയ്ത് നടക്കുന്ന ഫീമെയിലുകൾക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഷെയ്ഡും ഹൈഡിങ് സ്പോട്ടൊക്കെ നമ്മൾ കൊടുക്കണം. അതുപോലെ വാട്ടർ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പാടില്ല. വല്ലാതെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഡെഡ് ആയി പോകും. ഫീമെയിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മെയിലിനെയും ഫീമെയിലിനെയും കൂടി ഒരുമിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിലും മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ മുട്ടകൾ ഫെർട്ടിലൈസ്ഡ് ആണെങ്കിൽ മാത്രമേ അത് വിരിയുള്ളൂ. ഇത് ഫെർട്ടിലൈസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇത് വിരിയില്ല. പക്ഷേ മെയിലിനെയും ഫീമെയിലിനെയും ഒരുമിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഫീമെയിലിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലൈസ്ഡ് ആയിരിക്കും. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള മുട്ടകൾ തുടക്കത്തിൽ ഒരു പെയിൽ യെല്ലോ കളർ ആയിരിക്കും. അത് പിന്നീട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അകത്ത് കുഞ്ഞുങ്ങൾ ഫോം ചെയ്ത് വരുമ്പോഴാണ് ഇതൊരു ബ്രൗൺ കളറിലേക്ക് മാറുന്നത്. അങ്ങനെയാണ് ഫെർട്ടിലൈസ്ഡ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെയാണ് ഇവർ നാച്ചുറലായിട്ട് ബ്രീഡ് ആവുന്നത്. ബ്രീഡിംഗ് ഒക്കെ ഈ സമയത്ത് ചെയ്യുന്നതാണ് നല്ലത്.